നമസ്കാരം, ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു 3 മാസം മുന്നേ നമ്മൾ സ്ലീപ്പി ഹെഡിൻ്റെ ഒരു ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ആ വീഡിയോ കാണും. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പൈസ കൊടുത്ത് വാങ്ങിച്ച ബെഡാണ്. അത് അൺബോക്സിംഗ് വീഡിയോ പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒന്നും ഇട്ടല്ല. നമുക്ക് ആവശ്യത്തിനായിട്ട് പണം കൊടുത്ത് ബെഡ് വാങ്ങിച്ചു ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോയും ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ ആ ഒരു 3 മാസത്തിന് ശേഷം, 3 മാസത്തെ ഉപയോഗത്തിന് ശേഷം ഈ നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത ബെഡാണ് എനിക്ക് പുറകിൽ ഉള്ളത്. ഓക്കെ, അതിൽ ചെറിയ സ്റ്റിച്ചിങ്, ബിൽഡ് ക്വാളിറ്റീൻ്റെ പ്രശ്നം കൊണ്ട് സ്റ്റിച്ചിങ്ങിൽ ചെറിയ ഡാമേജ് വന്നു. ഒരു സൈഡ്, അതായത് ബാക്കി 3 സൈഡും ഇപ്പോൾ പ്രശ്നമല്ല, പക്ഷേ എന്നാലും ഒരു സൈഡ് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് 2 ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഈ വൈറ്റ് കളറുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും പിന്നെ പുറകു വശമുള്ള ഹാർഡായിട്ടുള്ള ഭാഗവും. ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തെ സ്റ്റിച്ചിങ് ആണ് പോയിട്ടുള്ളത്, അതിൻ്റെ ഒരു വശത്തെ സ്റ്റിച്ചിങ്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ സ്റ്റിച്ചിങ് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നൂലിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, എന്തായാലും ഇത് ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡിലെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒന്നും ചെയ്തതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ, അതായത് നമ്മൾ ഇത് ഒരു കവർ ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ജസ്റ്റ് പൊടി കെട്ടാൻ വേണ്ടിയിട്ട് കവർ എടുത്ത്, അതായത് നമ്മുടെ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ആണ് ഈ ഒരു സൈഡിലുള്ള ഇങ്ങനെ ഒരു ഡാമേജ് കാണുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അകത്ത് ഇപ്പോൾ ഇത് സ്റ്റിച്ചിങ് ഇങ്ങനെ പോയതുകൊണ്ടാണ് നമുക്കിത് കാണുന്നത്. സോഫ്റ്റ് എഡ്ജ് വൈറ്റ് കളറുള്ള സ്പോഞ്ചാണ്. ശരിക്കും 2 സ്പോഞ്ച് തന്നെ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അത് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ഉള്ളിലുള്ളത് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഈ 2 ലെയറാണുള്ളത്. ഇതിൽ സ്റ്റിച്ചിങ് ആണ് പോയിട്ടുള്ളത്. ഈ ഒരു സൈഡിലെ സ്റ്റിച്ചിങ് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിലൂടെയാണ് വാങ്ങിയത്. അതിൽ 100 ഡേയ്സ് ട്രയലും പിന്നെ 1 ഇയർ വാറണ്ടിയൊക്കെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തു. സ്ലീപ്പി ഹെഡിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ സ്റ്റിച്ചിങ് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കോൾ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. അവർ പറഞ്ഞു സ്റ്റിച്ചിങ് ഡാമേജ് വന്നിട്ടുള്ളത് നിങ്ങളുടെ യൂസ് കൊണ്ടാണ് ഡാമേജ് വന്നിട്ടുണ്ടാവുക, അല്ലാണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു പിന്നെ അത് പ്രൊഡക്റ്റിൻ്റെ കുഴപ്പം തന്നെയാണ്, സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നം കൊണ്ടാണ്, നൂലിൻ്റെ പ്രശ്നമാണ്. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം വെബ്സൈറ്റിലൂടെ അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഫോട്ടോയും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ എനിക്ക് ഒരു മെയിൽ അയച്ചു. ആ മെയിലിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഈ സ്റ്റിച്ചിങ് പോയിട്ടുള്ളതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയറിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിനുശേഷം അവർ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പൈസ കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് തരാം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നല്ല സഹകരണമാണ്. ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അവർക്ക് കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം നല്ല സഹകരണമാണ് കസ്റ്റമർ കെയറിൽ നിന്നും സ്ലീപ്പി ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ റീപ്ലേസ്മെൻ്റ് ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവരിപ്പോൾ റീപേയ്മെൻറ്റ് തന്നു കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല, ഈ പ്രൊഡക്റ്റ് അവർ എടുക്കും, അതിനുശേഷം നമുക്ക് പേ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പിന്നെ റീപ്ലേസ്മെൻ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് അവർ എനിക്ക് ഈ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. റീപ്ലേസ്മെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് കസ്റ്റമർ കെയറിന് മെയിൽ വന്നു. 5 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവർ ആവും എന്ന് പറഞ്ഞു. കൃത്യം 4 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബെഡ് അവർ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പഴയ ബെഡ് അവർ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള, അതായത് അവർ റീപ്ലേസ് ചെയ്ത് തന്നിട്ടുള്ള ബോക്സാണ് ഇത്.
ഓക്കെ, ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള ബോക്സിൻ്റെ വലിപ്പം ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ കാര്യമല്ല, കാരണം സൈസെല്ലാം കൃത്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സൈസ് 72 ഇഞ്ച് 48 ഇഞ്ച് 6 ഇഞ്ച് സൈസിലുള്ള ബെഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതേ പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് വീണ്ടും അവർ തന്നിട്ടുള്ളതും, 72 48 6. ഓക്കെ, ഇതിൽ MRPയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഇതിൽ പറയാനുള്ളത് സ്ലീപ്പി ഹെഡ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അത് ആദ്യത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് നോക്കിക്കഴിഞ്ഞാൽ January 19 ആദ്യത്തെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തത് 9/7 2022. അതായത് July 9 ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതെന്നാണ് ഇതിൻ്റെ സ്റ്റിക്കർ പ്രകാരമുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് മാനുഫാക്ചർ ചെയ്തതിൽ ഉപയോഗിച്ച നൂലിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം ഇത് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ ഒരു ക്വാളിറ്റി ചെക്ക് ഓക്കെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ക്വാളിറ്റി ചെക്കിൻ്റെ ഒരു സിമ്പലോ സീലോ ഒന്നും കാണുന്നില്ല ആദ്യത്തെ ഇതിൽ. ഇപ്പോൾ രണ്ടാമത് വന്നിട്ടുള്ളതിൽ ഒരു ക്വാളിറ്റി ചെക്ക് ഓക്കെ എന്നൊക്കെ ഉള്ളത് ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് തന്നെയായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് മുന്നേ വന്നിട്ടുള്ള സ്ലീപ്പി ഹെഡിൻ്റെ നൈഫാണ്. ഓക്കെ, നമുക്ക് ഈ ചെറിയ സ്ഥലം പരിമിതിയുണ്ട്, നമുക്ക് നമ്മൾ സൈഡിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒരു പേപ്പറാണ് ഉള്ളത്. റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, സ്ലീപ്പി ഹെഡിൻ്റെ റിവ്യൂ കൊടുക്കാൻ. പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഒരു നൈഫ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയ നമുക്ക് വന്നിട്ടുള്ള ബെഡ് പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചുകൂടി ഹൈറ്റിലായിരുന്നുള്ളത്. ഇത് കുറച്ചുകൂടി മടക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് കട്ട് ചെയ്യാർന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ലീപ്പി ഹെഡിൻ്റെ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നൈഫ് യൂസ് ചെയ്തിട്ട് സേഫായിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ 2 ലെയർ പ്ലാസ്റ്റിക് ഉണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ള ലെയറാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇതിൽ ബെഡിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇത്തരത്തിലുള്ള ഒരു നൈഫ് അവർ പ്രൊവൈഡ് ചെയ്തതെന്ന് തോന്നുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതും പഴയ ബെഡിൻ്റെ അതേ സൈസിൽ തന്നെയാണ് റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റും വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റിച്ചിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്വാളിറ്റി. പിന്നെ കളറ് ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ സോഫ്റ്റ് എഡ്ജ് വൈറ്റ് ആയിരുന്നു,
അപ്പോൾ അത് ചെറിയൊരു പിങ്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഹാർഡ് എഡ്ജ് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്തുള്ള ഒരു ഇത് തന്നെയുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും സേഫായിട്ട് തന്നെയാണ് ഉള്ളത്. ഓക്കെ, സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇത്തരത്തിൽ അത്ര കൃത്യമായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യം അങ്ങനെ സ്റ്റിച്ചിങ്ങിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇതിപ്പം കുഴപ്പമില്ല, എല്ലാ സൈഡും സ്റ്റിച്ചിങ്ങൊക്കെ ഓക്കെയാണ്. ഈ സൈഡിലാണ് മറ്റതിൻ്റെ പോയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എല്ലാ സൈഡിലും സ്റ്റിച്ചിങ്ങൊക്കെ ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്ത് തന്നെയായാലും നമുക്ക് ഇത്തരത്തിൽ സ്ലീപ്പി ഹെഡിൻ്റെ മാട്രസ് നമ്മൾ ഓർഡർ ചെയ്തു. അതിൻ്റെ കൃത്യമായിട്ടുള്ള റിവ്യൂ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത്തരത്തിൽ പ്രൊഡക്റ്റിന് ഒരു ഡാമേജ് വന്നു. അപ്പോൾ സ്ലീപ്പി ഹെഡിൻ്റെ തന്നെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തു. 100 days ട്രയലും ഈ 1 year വാറണ്ടി ഒന്നും വെറുതെ അല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രൂഫാണ് ഇത്. കാരണം അവർ കസ്റ്റമർ കെയറൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നമുക്ക് ഇത്തരത്തിൽ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരുകയും ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും വിത്തിൻ ഒരു 10 daysനുള്ളിൽ നമ്മൾ ഈ ഒരു ക്ലെയിം റൈസ് ചെയ്ത് ഈ ഒരു ഇഷ്യൂ റൈസ് ചെയ്തതിന് ശേഷം ഒരു 10 daysനുള്ളിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു പീസിൻ്റെ മാത്രം ചിലപ്പം പ്രശ്നമാവാനോ അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള നൂലിൻ്റെ പ്രശ്നമാവാനോ ഒക്കെയാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇനിയുള്ള എന്തായാലും ഇനിയിപ്പം ബാക്കി വാറണ്ടി ഇപ്പം 1 yearൽ ഒരു 3 months കഴിഞ്ഞു. ഇനി 9 months എന്തായാലും വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഷ്യൂ സോൾവ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സ്ലീപ്പി ഹെഡ് ടീം, കസ്റ്റമർ കെയർ ടീം. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഇത്തരത്തിലൊരു റീപ്ലേസ്മെൻറ്റ് അറേഞ്ച് ചെയ്തതിന്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.